തിരുവനന്തപുരത്തെ കുമാരപുരം ബൂത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ഒക്കെ മാറ്റുകയാണ്. ഒരു ദൂരപരിധി എന്ന ക്രമീകരണം നേരത്തെ അത്ര നിർദ്ദേശങ്ങളുണ്ട്, ഒരു പക്ഷേ അത് ലംഘിക്കപ്പെട്ടതുകൊണ്ടാണോ? അനന്തകൃഷ്ണൻ, അനന്തം വിവരങ്ങൾ. രതീഷ്, ഞാൻ നിൽക്കുന്നത് കുമാരപുരം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ മുന്നിലാണ്. അതാണ് ഗവൺമെന്റ് യു പി സ്കൂൾ. ആ സ്കൂളെന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ബൂത്താണ്. വട്ടിയൂർക്കാവ് മണ്ഡലമാണ് റോഡിന്റെ ആ വശത്ത്. പക്ഷേ റോഡിന്റെ ഇപ്പുറത്തെ വശത്ത് കഴക്കൂട്ടം മണ്ഡലമാണ്. ഈ ബൂത്തിന്റെ നേരെ മുന്നിലുള്ള മതിലിൽ കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥിയുടെ പേരും കൈപ്പത്തി ചിഹ്നവും ഒക്കെ ഇവിടെ ആലേഖനം ചെയ്തിരുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഏജന്റുമാർ വന്നു പറഞ്ഞു, ഇത് കഴക്കൂട്ടം മണ്ഡലമാണെങ്കിലും ഈ ചിഹ്നം ഇവിടെ ഉള്ളതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ ചിഹ്നം രണ്ട് മണ്ഡലത്തിൽ ഒന്നാണ്, അതുകൊണ്ട് ഈ ചിഹ്നം മായ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് പോലീസും ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരും വന്നിട്ട് അല്പസമയം മുമ്പ് ഇവിടെ ശരത്ചന്ദ്ര പ്രസാദിന്റെ പേരിന്റെ ഒരു ഭാഗം പെയിന്റ് കൊണ്ട് മറച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ വശത്ത് പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു, ചിഹ്നം ഉണ്ടായിരുന്നു. ആ ചിഹ്നം പൂർണ്ണമായിട്ടും, ആ കൈപ്പത്തി ചിഹ്നം പൂർണ്ണമായിട്ടും പെയിന്റ് അടിച്ചു മാറ്റി. ഇവിടെ കടകംപള്ളിയുടെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. കടകംപള്ളിയുടെ പോസ്റ്ററിന്റെ ചിഹ്നം ഭാഗം, ഈ ചിഹ്നം കാണുന്ന ഭാഗം അവിടെയും മായ്ച്ചു കളഞ്ഞു. കുറച്ച് പോസ്റ്ററുകൾ വലിച്ചു കീറി കളയുകയും ചെയ്തു. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത്. അതായത് ഒരു ബൂത്ത് ഉള്ളത്, റോഡിന്റെ മറുവശത്തുള്ള ബൂത്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെയാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് മതില് കഴക്കൂട്ടം മണ്ഡലത്തിന്റെയാണ്. അവിടെ കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും ഒക്കെ ചുവരെഴുത്തും ഉണ്ടായിരുന്നു. പക്ഷെ അതിലെ ചിഹ്നം രണ്ട് മണ്ഡലത്തിലും ഒന്നായതുകൊണ്ടാണ് അതൊരു പ്രശ്നമായി തോന്നിയത്. അങ്ങനെയാണ് പരാതി വന്നപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷനും പോലീസും ഇടപെട്ടത് ആ ചിഹ്നം മായ്ക്കുകയും സ്ഥാനാർത്ഥികളുടെ മുഖമൊന്നും മറച്ചിട്ടില്ല. ശരത്ചന്ദ്ര പ്രസാദിന്റെ പേരിന്റെ ഒരു ഭാഗം, അതുപോലെ തന്നെ കൈപ്പത്തി ചിഹ്നവും കടകംപള്ളി സുരേന്ദ്രന്റെ പോസ്റ്ററിലെ ഇവിടെ ആ ചിഹ്നം വരുന്ന ഭാഗവും വലിച്ചു കീറി കളഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ ഇവിടെ കുമാരപുരത്ത് സംഭവിച്ചിരിക്കുന്നത്. രതീഷ്, ദൂരപരിധി മാനദണ്ഡം പാലിക്കാത്തതിനെ തുടർന്നാണ് ബൂത്തിനോട് ചേർന്നുള്ള സ്ഥലത്തെ ചിഹ്നം മായ്ച്ചിട്ടുള്ളത്. ഒരു സാധാരണ നടപടി ക്രമമാണ്.